ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ക്രാഫ്റ്റ് ആണ് അരയണം. അരയണം സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. കൈ കൊണ്ട് മാത്രം ചെയ്താൽ മതി. പശ, കത്രിക അങ്ങനെ ഒന്നും സാധനങ്ങളൊന്നും വേണ്ട. ഞാൻ ചെയ്ത് കാണിച്ചത്. ആദ്യമായിട്ട് നിങ്ങൾ ഇങ്ങനെ മടക്കി കൊടുക്കാം. അല്ലല്ലേ, ഇതിൽ കളർ വേണം. ഞാൻ മറന്നുപോയതാ പറയാൻ. അപ്പോഴേ കളർ ഇതിനകത്ത് ആഡ് വേണം. ഞാൻ മാജിക് കളർ എവിടുന്ന് ഒരു സാധനത്തിൽ നിന്ന് കിട്ടിയതാണ്. നമ്മളല്ലാതെ ഈ കളറും പിന്നെ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കളറും കൂടെ വേണം. അപ്പോൾ ഇങ്ങനെ മടക്കിയ സാധനം ഈ വെച്ചിരിക്കുന്ന പേപ്പർ ഇങ്ങനെ ഇങ്ങോട്ട് മടക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇറുക്കി ഇങ്ങനെ തേച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കിട്ടി കാണുമല്ലോ. ഇനി ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ എടുക്കാം. ചെറിയൊരു പ്രോബ്ലം. എന്നിട്ട് കൂട്ടുകാരെ, മടക്കിയത് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. ആ മടക്കിയ ഈ ഇങ്ങനെ എക്സ് ആയിട്ട് ഇരിക്കുന്ന ഭാഗം നമ്മൾ ഇങ്ങനെ മടക്കുകയും ചെയ്തു. ആ മടക്കിയ ഭാഗത്തിന് നമ്മൾ ഇങ്ങനെ ഈ നടുക്കോട്ട് ഈ ഭാഗം മടക്കി കൊടുക്കാം. എന്നിട്ട് ഞങ്ങൾ ഈ ഭാഗവും കൂടെ മടക്കി ഇങ്ങനെ കൊടുക്കാം. കൂർത്തതായിട്ട് വരണം. എൻ്റെ കൂർത്തൊന്നും വരുന്നില്ല. നമുക്ക് രണ്ടാമതൊന്ന് ചെയ്ത് നോക്കണോ പറയുന്നില്ല. ഇതേപോലെ ഈ ഭാഗത്തിന് ഞങ്ങൾ തിരിച്ചും ഇതേപോലെ തന്നെ മടക്കണം. ലെവലായിട്ടൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് കൂർത്തൊക്കെ ഇരിക്കണമെന്ന് മാത്രം പ്രത്യേകിച്ച് പറയുക. തിരിച്ചും ഇതേപോലെ മടക്കാം. ഇങ്ങനെ ഇതേപോലെ മടക്കി കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇതേപോലെ മടക്കി കൊടുത്ത ഭാഗം ഇങ്ങനെ നീണ്ട ഒരു കൊക്കായിട്ടാണ് ഇനി എടുക്കേണ്ടത്. ക്യാമറയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്നിട്ട് ഈ ഭാഗത്ത് ഈ ഭാഗം നമ്മൾ 1/2 മീറ്ററോ 5 മീറ്ററോ അല്ല 1/2 മീറ്റർ കുറച്ച് മതി. അതിങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഇങ്ങനെ ആക്കണം. ചെറിയൊരു പ്രോബ്ലം വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ചെയ്തതിൽ ഒരു ചെറിയൊരു പ്രോബ്ലമാണ്. അത് കുഴപ്പമില്ല, എല്ലാവർക്കും വരാൻ ചാൻസ് ഉണ്ട്. കളർ പേപ്പർ ചെയ്താൽ അടിപൊളിയായിരിക്കും. ഞാനിപ്പോൾ ബുക്ക് പേപ്പറിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യം ഇങ്ങനെ കൊക്കും നമ്മുടെ ഈ കഴുത്തും ഇങ്ങനെ നീട്ടി വെച്ച് കൊടുക്കാം. കൊക്ക് കുറച്ച് നീട്ടി വെച്ച് കൊടുക്കാം. നമ്മൾ വെച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. വെച്ചൊക്കെ അടിപൊളിയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, എൻ്റെ കയ്യിൽ ഒരു സ്കെച്ച് പെന്നുണ്ട്, മാജിക് പെൻ അങ്ങനെ പേര്. ഞാനത് എടുത്തിട്ടുണ്ട്. ഒരു കറുത്ത വേണമെന്നാണ് തോന്നുന്നത്. അതിൽ കണ്ണ് വെച്ച് കൊടുക്കാം. ടേബിൾ അപ്പുറത്തും വരയ്ക്കാം. ഇനി നമുക്ക് വെള്ളയാണ്. അതുകൊണ്ട് വെള്ള വേണ്ട. അതിനായിട്ട് ഞാൻ ക്രയോൺ എടുത്തിട്ടുണ്ട്. ഏത് പരുവത്തിൽ ഇരിക്കുന്നതുണ്ടോ. അതിനായിട്ട് നമുക്ക് ചുമപ്പും ക്രയോൺ അടിക്കണോ? അടിക്കാം. ചുമപ്പൊന്ന് ആഡ് ചെയ്തു. വീഡിയോ കുറച്ച് ലെങ്താണ്. കളർ അടിച്ചിട്ട് നമുക്കൊന്ന് നോക്കിയാലോ. വീഡിയോയുടെ ലെങ്ത് കൂടുതലായതുകൊണ്ട് ഞാനിത് കളർ അടിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഡിസൈൻ ഒക്കെ ചെയ്ത് കൊടുക്കാം. ഞാൻ ഡിസൈൻ ചെയ്യുന്നില്ല. ഈ വാലിനൊന്ന് നമുക്കൊന്ന് കളർ അടിച്ച് കൊടുത്താലോ? നിങ്ങൾക്കൊന്ന് ആലോചിക്കണ്ടേ ആ കളറ്? നമുക്ക് ഏത് കളർ സെലക്ട് ചെയ്യണം? അപ്പം ഞാൻ അരയണത്തിനൊക്കെ കണ്ടിട്ടുള്ള വെള്ള മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരു മഞ്ഞ ലൈറ്റായിട്ട് അടിച്ചും കൊടുക്കാം. അതിൻ്റെ പുറത്തൂടെ നമുക്ക് വാലൊക്കെ വരച്ചു കൊടുക്കാം. അതുമായിട്ട് ഞാനാണെങ്കിൽ ഈ ഒരു സ്കെച്ച് പിന്നെ അടുത്ത ക്രാഫ്റ്റ് നിങ്ങൾ കമൻറ്റിൽ ഇടണം. അറിയാവുന്ന ക്രാഫ്റ്റ് നോക്കണം നിങ്ങൾ ഏത് ക്രാഫ്റ്റാണ്. നമ്മളത് വരയ്ക്കുന്നതായിരിക്കും. എന്നിട്ട് ഈ വര ചേർന്ന് ഇതെല്ലാം ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. പാടൊക്കെയാണ് കൂട്ടുകാരെ. നിങ്ങൾക്കൊരു ആപ്പ് പരിചയപ്പെടുത്തണം. GTA 5 നിങ്ങൾക്ക് മൊബൈലിൽ കളിക്കണമെങ്കിൽ ഒരു ആപ്പുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഡയറക്റ്റായിട്ട് ഈ ഫോണിൽ ഇതൊന്നും കിട്ടത്തില്ല. ഓക്കെ, അതുകൊണ്ടാണ് മറ്റേ ഫോണിൽ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റിയാണ്. ഞാൻ ഈ ഇതിലൊക്കെ ചെയ്ത് കൊടുക്കണം, നല്ല ഭംഗി കാണത്തുള്ളൂ. ഞങ്ങൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇപ്പം ക്രാഫ്റ്റിന് വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത്. കളർ പേപ്പറിൽ ഒരു ദിവസം ഞാൻ ഇത് ചെയ്ത് കാണിച്ചു തരാം. സ്കൂളിൽ ഇറക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ക്രാഫ്റ്റും ചെയ്യണമെന്ന് കാണും. എനിക്ക് എല്ലാ ക്രാഫ്റ്റും അറിയാം. ആ ക്രാഫ്റ്റൊന്നും ഞാൻ ചെയ്യുന്നില്ലെന്ന് മാത്രം. പക്ഷെ പശ വേണം,
കത്രിക വേണം, അങ്ങനത്തെ ഓയിൽ പേസ്റ്റ്, അങ്ങനെ കളർ, അങ്ങനെ എല്ലാ സാധനങ്ങളും വേണം, എന്നാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അത്യാവശ്യം സാധനങ്ങളൊക്കെ വെച്ചാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയും കൂടെ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഇച്ചിരി വീഡിയോ എടുക്ക് കൂടുതൽ ലെങ്ത് ആക്കെ. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സൈനിങ് ഔട്ട്, ബൈ ബൈ. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരും കൂടി പറഞ്ഞ് നമുക്കൊന്ന് അവസാനിപ്പിച്ചാലോ. സൈനിങ് ഔട്ട്, ഹാബൽ ടെക് വ്ലോഗ്.